ദേശീയപാതയിൽ കൂടത്തുംപാറ ഭാഗത്ത് സർവീസ് റോഡിന്റെ വീതി കുറയുന്നതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. പ്രതിഷേധ സൂചകമായി സംഘടിപ്പിച്ച മനുഷ്യചങ്ങല രവി പറശ്ശേരി ഉദ്ഘാടനം ചെയ്തു. നടപടികളുമായിട്ട് മുന്നോട്ട് നീങ്ങും എന്ന പ്രതീക്ഷയിലാണ് ഒളവണ്ണ ഗ്രാമപഞ്ചായത്തും ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് അധികാരികൾക്കിടയിലേക്ക് നമ്മുടെ വിഷയം എത്തിക്കാൻ വേണ്ടി മുൻകൈ എടുത്തിട്ടുള്ള ഇവിടുത്തെ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും അഭിവാദ്യം ചെയ്യുകയാണ്. ഈ ഒരു ജനങ്ങളുടെ പ്രതിഷേധത്തിൽ ഒളവണ്ണ ഗ്രാമപഞ്ചായത്തും പങ്കുചേരുകയാണ്. ബൈപ്പാസിന്റെ ഇരുഭാഗത്തും യാത്രക്കാരുടെ വലിയ യാത്രാദുരിതത്തിന് ഉണ്ടായിക്കോട്ടെ. കൂടത്തുംപാറ പ്രദേശത്തെ ന്യായമായ ഒരു ആവശ്യമാണ്. NH ബൈപ്പാസിൻ്റെ സർവീസ് റൂട്ട് വലിയ തോതിൽ ഇടുങ്ങിക്കൊണ്ടാണ് വരുന്നത്. അതിനേക്കാൾ ഏറെ പ്രയാസം സൃഷ്ടിക്കപ്പെടുന്നതാണ് കോമലക്കുന്നിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം. അത് ചാലിൽ ഇടവഴി തൊട്ട് മരക്കാട്ട് മേത്തൽ തുടങ്ങി വിവിധ ഇടവഴികളിലൂടെ ഒന്നിച്ച് വെള്ളം വരികയാണ്. അത് വരുമ്പോൾ നേരത്തെ പരന്ന് ഒഴുകിയിരുന്നു വൈദ്യുതി, പക്ഷേ ബൈപ്പാസ് കൂടി വന്നതോടെ അങ്ങനെ പോകാനുള്ള സാഹചര്യമില്ല. സൈഡിലെ ഡ്രെയിനേജ് അതിന് അനുസരിച്ച് പുഷ്ടിപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ മാത്രമേ ഈ പ്രദേശത്തെ വെള്ളക്കെട്ട് തടയാൻ വേണ്ടി കഴിയൂ. അതിലാളുകൾ ഏറെ ആശങ്കപ്പെടുന്നത് കൂടത്തുംപാറ സ്കൂളും അംഗനവാടിയും. അത് മഴക്കാലത്ത് പൂർണ്ണമായും വെള്ളത്തിൻ്റെ പ്രയാസം നേരിടും എന്ന് കാണുന്നു. അത് പരിഹരിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ദേശീയപാതയിൽ പന്തീരങ്കാവിന് സമീപം കൂടത്തുംപാറയിൽ സർവീസ് റോഡിന് വീതി കുറയുന്നതിലും ആവശ്യമായത്ര ഡ്രൈനേജ് സൗകര്യം ഈ ഭാഗത്ത് ഇല്ലെന്നും ആരോപിച്ചാണ് മനുഷ്യചങ്ങല തീർത്ത് നാട്ടുകാർ പ്രതിഷേധിച്ചത്. കൂടത്തുംപാറ ഹൈവേ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. കൂടത്തുംപാറയിൽ ടോൾ പ്ലാസ വരുന്നതിന്റെ ഭാഗമായി സർവീസ് റോഡിന്റെ വീതി കുറഞ്ഞാൽ വലിയ ഗതാഗത സ്തംഭനമുണ്ടാകുമെന്നും ഡ്രൈനേജ് കാര്യക്ഷമമല്ലെങ്കിൽ സമീപത്തെ അങ്കണവാടിയും സ്കൂളും കടകളുമെല്ലാം വെള്ളത്തിൽ മുങ്ങുമെന്നും നാട്ടുകാർ പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാരദി, ആക്ഷൻ കമ്മിറ്റി ചെയർമാനും വാർഡ് മെമ്പറുമായ ഉഷാദേവി തുടങ്ങിയവർ സംസാരിച്ചു.